അപ്പോട്ടാ എന്തായി? കുഴപ്പമില്ല. പറ്റില്ല, അത്തിരി കൂടെ താത്തി പിടിക്കും. ഇല്ലെങ്കിൽ അതൊക്കെ പുറത്തേക്ക് പോവില്ലേ? കുറച്ചു നേരം കൂടെ പിടിക്കും. ആ കഷായം കുടിച്ചൂടെ? അല്ലെങ്കിൽ എഴുതി കൊടുക്കാനാണല്ലോ നല്ല എളുപ്പം, കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തൊണ്ടവേദന. നല്ലോണം പനി ഇപ്പൊ വലിയ കുഴപ്പമില്ല. ആകെ 2 മാസം ക്രിക്കറ്റ് കളിക്കാൻ പറ്റുള്ളൂ ഇവിടെ. കഷായം കുടിക്കില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ കഫ് സിറപ്പ് ഉണ്ടാക്കി തന്നോ? കഫ് സിറപ്പാ? ഇവിടെ ഉള്ള എന്ത് സാധനം വെച്ചിട്ടാ കഫ് സിറപ്പ് ഉണ്ടാക്കുക? അത് നോക്കട്ടെ, ഞാൻ ആദ്യം എന്തൊക്കെയാ ഉള്ളത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടാക്കാം. ഞാനൊരു ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. അപ്പൊ കുറച്ചു നേരം കൂടെ ആവി പിടിക്കും. ശരി. അപ്പൊ എന്തിയാ? മതി എണീറ്റോളൂ, വരൂ കഫ് സിറപ്പ് ഉണ്ടാക്കാം. അപ്പട്ടാ വന്നോളൂ കേട്ടോ. ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. തേൻ വേണം, നല്ല ശുദ്ധമായിട്ടുള്ള തേൻ. പിന്നെ ഇഞ്ചി, ചെറുനാരങ്ങ, കുരുമുളക് പൊടി വേണം, ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടി, പിന്നെ കറുവപ്പട്ട പൊടിച്ചത്. ഇനി ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ചീരയാണോന്ന്? ചീരയല്ല കേട്ടോ, ഇവിടെ കിട്ടുന്ന ഒരു വെറൈറ്റി തുളസിയാണ്, ബേസിലിക് ലീവ്സ് ആണ്. പിന്നെ ഇത് പനിക്കൂർക്കയുടെ ഇലയാണ്. നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്ക് സാധാരണ തുളസിയും ഉപയോഗിക്കാം. പിന്നെ ശുദ്ധമായിട്ടുള്ള വെള്ളം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക, എത്ര അളവ് എടുക്കണം എന്നൊക്കെ നോക്കാം അല്ലേ? ടേബിൾ സ്പൂണോളം ഇഞ്ചി നമ്മൾ തൊലി കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് തുളസി. നാട്ടിൽ കിട്ടുന്ന തുളസിയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് പിച്ചി ചീന്തി ഇട്ടാൽ മതി. ഇതാകുമ്പോൾ ഒന്ന് കട്ട് ചെയ്യണം. ചീരയുടെ അതേപോലെ തന്നെ ആയിരിക്കുക. സ്മെല്ലൊക്കെ നമ്മുടെ അതേ ഒരു കൃഷ്ണ തുളസിയുടെ പോലെയാണ് ഇതിൻ്റെ സ്മെല്ല് ഉണ്ടാവുന്നത്. ഏകദേശം ഒരു പിടി. പിന്നെ പനിക്കൂർക്ക, അത് ജസ്റ്റ് പൊട്ടിച്ചിട്ട് ഇട്ടാലും മതി. അടുത്തത് ഈ ചെറുനാരങ്ങ തൊലിയോടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കണം. 1/2
ടീസ്പൂണോളം നമുക്ക് ഈ ചെറുനാരങ്ങ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഉള്ളത് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ നാരങ്ങ ഗ്രേറ്റ് ചെയ്തത് നമ്മൾ പിന്നെയാണ് കേട്ടോ ഇപ്പം ഇടുന്നില്ല. കറുവപ്പട്ടയുടെ പൊടി ഇട്ടു, കുറച്ചിട്ടാൽ മതി. അതിന് നല്ല കുറച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ അതിന് നല്ല മണവും അതിൻ്റെ രുചിയും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവും. ജീരകം, കുരുമുളക് പൊടി ആവശ്യത്തിന്. അപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. നന്നായി പേസ്റ്റ് പോലെ ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മിശ്രിതം ഏകദേശം 1/2 ഗ്ലാസോളം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതേ അളവിൽ 2 കപ്പ് ശുദ്ധമായ വെള്ളവും ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പം നമ്മുടെ വെള്ളം ഏകദേശം ചൂടായിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മിശ്രിതം ഏകദേശം 1 ഗ്ലാസ് ആവുന്നത് വരെ നമ്മൾ വറ്റിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചെറുനാരങ്ങ കൂടെ ചേർക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അടിയിൽ പിടിക്കാതെ നോക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഏകദേശം 1 ഗ്ലാസ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ചൂടാറാൻ വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിൽ തേൻ ചേർക്കുന്നത്. നമുക്കിത് അരിച്ചെടുക്കാം. ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഈ തേൻ നമ്മൾ ഇതിൽ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ് എല്ലാ ഇൻഗ്രീഡിയൻസും. ഇഞ്ചി ആവട്ടെ, നാരങ്ങ ആവട്ടെ, തുളസിയുടെ ഇല, അതുപോലെ തന്നെ കറുവപ്പട്ട, എല്ലാം, ജീരകം, എല്ലാത്തിനും അതിൻ്റേതായ വളരെയധികം ഗുണങ്ങളുള്ള ഡ്രഗ്സാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിന് വളരെ നല്ലതാണ്, ഇമ്മ്യൂൺ ബൂസ്റ്ററുമാണ്. അതെ. പിന്നെ നിങ്ങൾക്കത് കഫക്കെട്ടോ ചുമയോ ഒക്കെ ഉള്ളപ്പോൾ മാത്രമല്ല കേട്ടോ, എല്ലാ ദിവസവും വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ആൾക്കാർ, മുതിർന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ വീതം 3 നേരം ഭക്ഷണശേഷം കഴിക്കാവുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്ക്, ഒരു 7 വയസ്സിന് മീതെയുള്ള കുട്ടികൾക്ക് 1 ടീസ്പൂൺ വീതം ഭക്ഷണശേഷം കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഞാനിത് മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. 2 ടീസ്പൂൺ ഈ ലിക്വിഡ് ഞാൻ എടുത്തു. അതുപോലെ തന്നെ 1 ടീസ്പൂൺ തേൻ. നന്നായി മിക്സ് ചെയ്യാം. ബട്ടാ വരൂ. പിന്നെ ഷുഗർ പേഷ്യൻസ് വിഷമിക്കണ്ട, അവർക്ക് തേൻ ഒഴിവാക്കിയിട്ട് ഈ മിശ്രിതം കഴിക്കാവുന്നതാണ്. കഷായം പോലെ കഴിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ കണ്ടില്ലല്ലോ. നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനത് വീഡിയോ എടുക്കായിരുന്നേ. കഴിച്ചു നോക്കൂ. കഴിച്ചേക്കാം. എത്ര എരിവുണ്ടോ? ഏതിന്റെ ടേസ്റ്റാ കൂടുതൽ വരുന്നത്? മിക്സ് ആയിട്ടാണ് തോന്നുന്നത്. ഇഞ്ചി വരുന്നുണ്ട്, സിനമൺ വരുന്നുണ്ട്. സുഖമുണ്ടോ അതുകൊണ്ടൊക്കെയോ? സുഖമുണ്ട്. പാട്ടുകാർക്കൊക്കെ വളരെ നന്നായിരിക്കും. കൊള്ളാം.
സൂപ്പർ. അപ്പോൾ നിങ്ങൾ നോക്കണം കേട്ടോ, ഉണ്ടാക്കി നോക്കണം. കഴിച്ചോളൂ, മറക്കാണ്ട് കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം കമൻസ് ആയിട്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ നാട്ടിൽ, അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരു വിഷമവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. അതെ, ഹാഡിയോസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. ബൈ. താങ്ക് യു.